ചെവി ഒരിത്തിരി ചെറുതാട്ടോ. അതെ അതെ അതെ. പിന്നെ മൂക്ക് എങ്ങനെയാന്ന് അറിയണമെങ്കിൽ ഈ മൂക്കിലോട്ട് നോക്കിയാൽ ഓ മതി. പിന്നെ കണ്ണും പിരിയും മാഷപ്പോലെ തന്നെയാ. പിന്നെ എന്തെങ്കിലും കള്ളത്തരം കാട്ടിയിട്ടുണ്ടെങ്കിൽ ഈ മാഷയുടെ കൂട്ടൊരു കള്ള നോട്ടവും ഉണ്ട്. നല്ല നെറ്റിയുണ്ടായിരുന്നു. ഈ മുടി ഇങ്ങനെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആ മുതുകിലൊരു മറുകുണ്ടായിരുന്നു. മുതുകിലെ മറുക എങ്ങനെയാ മോളെ പടത്തി വരയ്ക്കുന്നേ? അതിനെന്താ, ഒരു കറുത്ത കുത്തിട്ടാ പോരെ? ഇവിടെ റെസ്റ്റ് ഞാനിപ്പോ വരാം. അല്ല, എന്താ ഇത്? മാഷിനെ പഠിപ്പിക്കാൻ വേറൊരു മാഷോ? ആരാ മാഷ ഈ പുതിയ മാഷ്? ഉണ്ണിയുടെ പടം വരയ്ക്കാൻ വന്ന ആളാ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ? ഓ, ആളാണ് ആർട്ടിസ്റ്റ്. അവന്റെ മോശമായ വല്ല ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു കൊടുക്ക്. പഴയ കൂട്ടുകാരനല്ലേ? ആർട്ടിസ്റ്റേ, ഒരു കാര്യം ഞാൻ പറയാം. അവന്റെ മുഖം ചേച്ചിയെ പോലെയോ മാഷിനെ പോലെയോ അല്ലായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. പിന്നെ താടി ഉണ്ടായിരുന്നില്ല. അന്ന് എനിക്കും ഉണ്ടായിരുന്നില്ല. സിഗരറ്റ് വലിക്കൂ? ഏയ്, സിഗരറ്റ് പോയിട്ട് ഒരു ചരട് പോലും അവൻ വലിക്കില്ല. അവരുടെ നെട്ടു ഇതല്ലേ പ്രായമുള്ളൂ. അതല്ല, നിങ്ങൾ സീറ്റ് വലിക്കുന്ന ചോദിച്ചത്. എനിക്കൊന്നും വേണം. വെരി സോറി. കല്യാണം പ്രമാണിച്ച് എല്ലാ ചീത്ത സ്വഭാവങ്ങളും ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ്. ആ മാഷേ, കല്യാണം വിളിക്കാൻ വേണ്ടി വന്നതാണ്. ഒന്ന് മാറി ഒന്ന് മാറി. അങ്ങനെ നിനക്കും പെണ്ണ് കിട്ടി അല്ലേ കൃഷ്ണൻകുട്ടി? അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, എന്റെ ഉണ്ണി ഉണ്ടായിരുന്നെങ്കിൽ അവനും ഇപ്പൊ പെണ്ണാലോചിക്കേണ്ട സമയമായിരുന്നില്ലേ? അവനും ഈ ലോകത്ത് ഒരു പെണ്ണ് കാണുമല്ലോ. അവള് ഭാഗ്യമുള്ളവളാണെങ്കിൽ ഉണ്ണി തിരിച്ചു വരും. തിരിച്ചു വരും മാഷേ. ആ, മാഷിന്റെ മോളും മരുമോനും മന്നുണ്ട്. ഒരു കുടുംബകലാപം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് മാറിയേക്കാം. എന്റെ കല്യാണമാണ്, കുടുംബസമേതം വരണം. ഞാനൊരു കല്യാണം കഴിച്ചതിന്റെ പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോഴാണ് അവന്റെ കല്യാണം. സ്ത്രീധനത്തുക ബാക്കി തരാനുള്ളത് തന്നിട്ടില്ല. എന്നാ പിന്നെ മാസാമാസം അതിന് ഇൻട്രസ്റ്റ് തരാന്ന് പറഞ്ഞിട്ട് അത് തന്നിട്ടില്ല. സ്ത്രീധനം തരാനോ ഇൻട്രസ്റ്റ് ഇല്ല. അതിന്റെ ഇൻട്രസ്റ്റ് തരാനുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പിന്നെ അവളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് എന്താ ഇൻട്രസ്റ്റ്? ഓമനക്കുട്ട, തൽക്കാലം നീ അകത്തേക്ക് ചെല്ലേ. ഞാൻ അകത്തേക്ക് ചെല്ലാൻ നല്ല കാര്യമായി. എനിക്ക് അവകാശമില്ലാത്ത വീട്ടിൽ ഞാൻ കാല് കുത്തില്ല. എന്തേ പോവേണ? തീർന്നിട്ടില്ല. ഡോണ്ടു ഡോണ്ടു. പട്ടി പെട്ടെന്ന് എന്ത് വേണമെങ്കിലും കോംപ്രമൈസ് ചെയ്യാം. ഓടി വരണേ. അയ്യോ അയ്യോ, പെട്ടെന്ന് പുറിയും. പട്ടിയായിരുന്നു. അയ്യേ, വെറുതെ പേടിച്ച്. ഒരു പട്ടിപിടുത്തക്കാരനെ കൊണ്ടുവരണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഈ പണ്ടാനം പിടിച്ച പട്ടിക്കാരനെ ഈ കുളത്തിൽ ചാടാനേ എനിക്ക് നേരമുള്ളൂ. അതെനിക്കറിയായിരുന്നു. ആ, അതല്ലേ വെളിച്ചപ്പാടിനെ കല്യാണം വിളിക്കാൻ ഞാൻ ഇവിടെ തന്നെ കാത്തിരുന്നത്. ഇങ്ങോട്ട് കേറി വാ, കല്യാണക്കുറി തരാം. ഇപ്പൊ ഒന്നാ ശരിയാകത്തില്ല. ആ നായന്റെ മോൻ ഈ പരിസരത്ത് എന്നെ കാണും. ആണോ? ആ, വഴിയുണ്ട് വെളിച്ചപ്പാടേ. ഈ പാർസല് ഒന്നങ്ങാട് എത്തിച്ചേരും. ചെല്ലി ചെല്ലി. എന്നാണോ കല്യാണം? അതൊക്കെ അതിൽ അച്ചടിച്ചിട്ടുണ്ട്. എടുത്തു. അല്ല വെളിച്ചപ്പാടെ, വെളിച്ചപ്പാടിനെ മാത്രം ഈ പട്ടിയിട്ട് ഓടിക്കുന്നെന്താ? അത് പിന്നെ പട്ടി പിശാചല്ലിയോ? ഭഗവതിയെ കണ്ട ഓടിക്കും. ഈ നാട്ടില് വേറെ പട്ടിയുണ്ടല്ല. പക്ഷെ പഞ്ചവർണ്ണത്തിന്റെ പട്ടി മാത്രം ഭഗവതി ഓടിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. അത് നമ്മുടെ പഞ്ചവർണ്ണത്തിന്റെ പട്ടിയാണോ? ആണോ വെളിച്ചപ്പാടെ? ആണോ വെളിച്ചപ്പാടെ? അതെ അതെ, വെളിച്ചപ്പാട് മുങ്ങി. എന്റെ കുറി എന്തോടെ പേടിച്ചു പോയല്ല? എന്തോ നേരത്തെ പോകുന്നത് അവളെ കണ്ടില്ലേ? ഏതവളെ? ഒക്കെ മനസ്സിലായ മോനെ. രാവിലെ കെട്ടിയൊരുങ്ങി പോകുന്ന കാണുമ്പം പഠിക്കാനുള്ള തത്രപ്പാടൊന്നല്ല ഞാൻ കരുതിയത്. ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. നിനക്കൊന്നും പിടികിട്ടിയില്ല. അത് ശരിയാ, എനിക്കൊന്നും പിടികിട്ടിയില്ല. പക്ഷെ ഇക്കാര്യങ്ങളിൽ തഴക്കവും പഴക്കവും ഉള്ള ചില ആൾക്കാർ ഇവിടെ ഉണ്ട്. അവർക്ക് കാര്യം പിടിയിട്ടിട്ടുണ്ട്. സത്യത്തിൽ നിന്റെ രാവിലെയുള്ള പോയി ചില ചുറ്റിക്കളി ഇല്ലടേ. എന്ത് ചുറ്റിക്കളി? എടാ, 301 ആള് നിന്നെ അന്വേഷിച്ച് കയറ് പൊട്ടിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറേ ആയി. നീ അങ്ങോട്ട് ചെല്ല്. കയറ് പൊട്ടിക്കാൻ അയാൾ പശുവാ? ഏതാടാ കക്ഷി? നിനക്ക് വട്ട, എനിക്ക്
യൂണിഫോം കൊണ്ട് പോകാൻ നോക്കടാ ഇറക്കാം. ഞാൻ പോക്കളാം. പക്ഷെ നമ്മൾ തമ്മിൽ ഇത്ര അടുപ്പം ഉണ്ടായിട്ടും നിന്റെ സൂക്കേട് എനിക്ക് പിടികിട്ടിയില്ല. അതിന് ആർക്കാ പിടി കിട്ടിയത്? അത് പറയാം. ആദ്യ സംഗതി സത്യമാണോ എന്ന് പറ. അല്ല. അപ്പ പുള്ളിക്കാരന്റെ നിഗമനം തെറ്റാ. ഏത് പുള്ളിക്കാരൻ? മറ്റുള്ളവരെ കുറിച്ച് ഓരോന്നെങ്കിലും സ്വയം തീരുമാനിക്കുക, എന്നിട്ട് അത് തെറ്റാന്ന് അറിയുമ്പോൾ അടുത്തവനെ തലക്കി വെക്കുക. ഇത് എന്റെ സ്ഥിരം ഏർപ്പാടാ. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ നിഗമനം തെറ്റാ പോരെ? മതി. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് നിഗമിച്ച് ക്ഷീണിക്കരുത്. അത് വിട്, സംഗതി സത്യമാണോന്ന് പറ. സത്യമാണോ എന്ന് ചോദിച്ചാ നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ലടാ ഇപ്പത്തെ പെൺപിള്ളേര്. അതെന്താടാ? വേഷവും പത്രാസൊക്കെ കണ്ട എക്സ്ട്രാ ഡീസൻ്റാ. പക്ഷെ വാ തുറന്ന. ഞാൻ പ്രവീൺ. കുറേ ദിവസമായി നിങ്ങളെ കാണാൻ ഞാൻ ട്രൈ ചെയ്യുന്നു. ഹലോ, ഞാൻ നിങ്ങളോടാണ് സംസാരിക്കുന്നത്. തന്റെ പേരെന്താ പറഞ്ഞേ? പ്രവീൺ. എന്ത് പ്രവീൺ? താൻ എന്ത് വേണ്ടിട്ടാണോ എന്റെ വണ്ടിക്ക് മുന്നിൽ വട്ടം വെച്ചത്? അല്ല, ഒന്ന് പരിചയപ്പെടാലോ എന്ന് കരുതിയിട്ട്. ഇങ്ങനെയാണോ പരിചയപ്പെടുന്നത്? അല്ല, ഇങ്ങനെ പരിചയപ്പെടാലോ. അണ്ണ വണ്ടി എടുത്തങ്ങ് പോ, നമുക്ക് പിന്നെ പരിചയപ്പെടാം. അണ്ണനോ? അണ്ണൻ. ആ ഇണ്ണൻ. അണ്ണൻ. ഇതിൽ എന്തോന്നടേ തെറി? ഒന്നുമില്ലേ? ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. കാണാൻ തലക്കകത്തെന്തെങ്കിലും വേണം. അണ്ണൻ. അണ്ണൻ. ഡാ, അവളുമാരെന്താ ഉദ്ദേശിച്ചത് നിനക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. നിനക്ക് മനസ്സിലാക്കി എത്ര സമയം വേണ്ടി വന്നില്ലേ? പെണ്ണുങ്ങൾ ഇത്രയ്ക്ക് തറയാവാൻ പാടുണ്ടോ അളിയാ? എടാ, പത്രങ്ങളിലും ടി വിയിലും വാർത്തകളും നിറഞ്ഞെടുക്കുന്ന കൊച്ചന്മാരെ വെച്ച് നോക്കുമ്പോൾ ഇവളുമാരൊക്കെ എന്തോരം ഭേദാ. ആണോ? നീ ഇതൊന്നും വായിക്കാറില്ലേ? നീ എന്തോന്നടേ ഒന്നും അറിഞ്ഞൂടാത്ത പോലെ. ഈ തിരക്കിനിടെ ഞാൻ എന്തോന്നും എടുത്തിട്ട് വായിക്കാൻ? പിന്നെ ഞാൻ വായിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഈ പെണ്ണുങ്ങൾ ഈ പോക്ക് പോയാ നമ്മുടെ അവസ്ഥ എന്താവും? ചിന്തിക്കേണ്ട വിഷയം. എടാ, മണി 10 കഴിഞ്ഞടേ. എന്ത് കഴിഞ്ഞെന്ന്? 301 നീയല്ലേ സപ്ലൈ ചെയ്തത്? അതെ. നേരം വെളുത്തപ്പോ തൊട്ട് അയാൾ കിടന്ന് വിളിക്കുക. കള്ളിന് ബാറ് തുറക്കാതെ ഞാൻ എവിടെ നിന്നിട്ട് കൊടുക്കും? ആ, നീ വാ. ആരാ 301? ആ യാക്കൂബച്ചായൻ. ആണായിട്ട് ജനിക്കുന്നെങ്കിൽ യാക്കൂബച്ചായനായിട്ട് ജനിക്കും. അതെന്താ? എന്താ അയാൾ കൊണ്ടുവരുന്ന പെണ്ണുങ്ങള് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നതിനൊന്ന് കാണണം. സഹിക്കത്തില്ലളി. കർത്താവേ, അടുത്ത ജന്മത്തിലെങ്കിലും ഈ ഉള്ളവനെ യാക്കൂബായി ജനിപ്പിക്കണമേ. 22, 23, 24. റോസേ, എന്തായി നിന്റെ കുളി? ആ, പെട്ടെന്ന് ആയിക്കോട്ടെ. യെസ്, കം ഇൻ. ആ, എന്തോ നട തോമാച്ച, നീ ഒരു മാപ്പിള ആയതുകൊണ്ട് ഞാൻ വരുമ്പോ എന്നെ തന്നെ വിളിക്കുന്നത്. എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ അത് നിനക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അത് പിന്നെ എനിക്കറിയില്ല അച്ഛാ. നിനക്ക് ഒലക്കറിയാം. ഡേ, നീ ഇത് കണ്ട? വെളുപ്പിനെ 4 മണിക്ക് തുടങ്ങിയ വരയാ. എന്തിലേലും ഒന്ന് ശക്തിയായി പിടിക്കണമെങ്കിലേ 2 അടിക്കാതെ ഒരു രക്ഷയില്ല. നേരം വിളിക്കുന്നതിന് മുമ്പ് എന്തോന്നിലിട്ട് പിടിയേ. നീ എന്തേലും പറഞ്ഞായിരുന്നോ? രാത്രി അച്ഛൻ നല്ല കീറായിരുന്നല്ലോ എന്ന് പറയായിരുന്നു. അത് പിന്നെ ഇന്നലെ രാത്രി ഉറങ്ങാൻ കുറെ വൈകിപ്പോയി. എന്താ ചെയ്യ? എനിക്കെപ്പോഴേ തോന്നി. എന്തോന്ന്? അച്ഛ ഇന്നലെ രാത്രി ഉറങ്ങാൻ വൈകിയെന്ന്. ഈ ചെറുക്കൻ്റെ ഒരു കാര്യം സ്ലിപ്പായി. നീ അവിടെ ഇവിടെയും പറഞ്ഞത് കൊളാക്കരുത് കേട്ടോ. അത് പിന്നെ ഞാൻ പറയൂ. ആളെവിടുത്തെ കാര്യ? ആ, അത് നീ അറിയണ്ട. വേറൊന്നും കൊണ്ടല്ല, അന്നേരം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നവനാ നീയൊക്കെ. റോസിയെ കുറിച്ച് കൂടുതൽ അറിഞ്ഞാൽ ഞാൻ അറിയാതെ അവളിവിടെ വന്നു പോകുന്നു എനിക്കറിയാം. എന്നെ കുറിച്ച് അച്ഛൻ എങ്ങനെയാണോ കരുതിയത്? കൈയെടുക്കേ. എന്താണെന്നറിയില്ല, ഈ വേഷം ഇട്ട് ആരെ കണ്ടാലും എനിക്ക് അങ്ങനെ തോന്നൂ. തൽക്കാലം നീ പോയി എന്തെങ്കിലും പെട്ടെന്നൊന്ന് എടുത്തോണ്ട് വാ. റോസിയ ഇങ്ങോട്ട് ഇറങ്ങല്ലേ. കുളി കഴിഞ്ഞാ അവൾ പിറന്നപടി ഇറങ്ങി വരും. അത് കൊള്ളാലോ. നീ പെട്ടെന്ന് എടുത്തോണ്ട് പോവാ, പെട്ടെന്ന്. ഇത് എവിടെ പോവാ? ആപ്പിൾ അല്ല, തേങ്ങ. പെട്ടെന്ന് പോടാ. കുളി കഴിഞ്ഞാ അവൾ പിറന്നപടി ഇറങ്ങി വരും. ഒന്ന് കേറിയാലോ? എന്ത് പറഞ്ഞ് കേറും? സോഡ വേണോ ചോദിക്കാൻ? സോഡ വേണ്ട. വേണ്ടേ?
വാടാ. 1 2 3 4 എഴുന്നേക്ക് പറയാ. സംഗതി മനസ്സിലായി. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. 3 4 5 6 നമ്മുടെ മാനം കളയരുത്. ഞാൻ സക്രാത്തിന്റെ ഹാലിലാണ്. കുറച്ച് വെള്ളം കൊണ്ടാ. വെള്ളം കൊണ്ടുവരാം. 4 5 6 7 7 8 എനിക്ക് തല കറങ്ങണോ. 8 7 അള്ളാഹു രണ്ടു ദിവസം നാടാ. ഈ കിനാവ് വല്ലതും കണ്ടോ? പിന്നെ എന്താ ഈ പണിച്ചുത്തിരുന്നത്? നിങ്ങളെന്തോ കിനാവ് കണ്ട് പേടിച്ചു എന്ന് ഞാൻ കിനാവ് കണ്ട്. ഓനവിടെ അസീസ്. ഇനി ഇവിടെ മറ്റേ വന്ന ആ ശൈത്താൻ ആര്? മൂരി. അതാ എനിക്ക് പേടിയൊന്നുമില്ല. നിങ്ങൾക്ക് പേടിയുണ്ടോ? പേടി എനിക്കുമില്ല. ഇവനോട് പോയി ചെക്കൻ അസീസ്. അസീസേ അസീസേ. അല്ല ഈ എന്താ ഉറങ്ങിയില്ലേ? അനക്കെന്താ പറ്റിയേ? മജനക്ക, ഇതുകൊണ്ടൊന്നും കാര്യമായില്ല. നിങ്ങൾ ഒരു പക്ഷെ ഹൈദ്രോസായിട്ട് മുട്ടും. ഹൈദ്രോസ് നിങ്ങളെ കുത്തി മനസ്സിൽ വരും. യാതൊരു സംശയവുമില്ല. എന്നാലും ഓൾ എന്റെ കൂടെ വരുമോ? ധൈര്യമായിട്ട് തട്ടിക്കൊണ്ടുപോവാ. അടവൊന്ന് മാറ്റണമെന്ന് മാത്രം. അതിനേതടവ്? അങ്ങനെ ഒരു അടവുണ്ട്. അതെന്നെ ഞാൻ പഠിപ്പിച്ചില്ല. മുണ്ടാണ്ട് അവിടെ ഇരുന്നോ. ഓൾക്കെന്നോട് ഇഷ്ടമുണ്ടോന്ന് എങ്ങനെ അറിയാ? അതൊക്കെ ഈ എന്നെ ചോദിച്ചോളണം. അല്ലാതെ നമ്മളെ മലപ്പുറം കത്തിക്ക് ഉറുമിക്കൊന്നും അതിന് കഴിയൂല. അപ്പോ വീട്ടിൽ ചെന്നാ? അതെ, അത് നമ്മളേറ്റ്. അന്റെ ഒരു രോമത്തിന് കേട് പറ്റാതെ നമ്മൾ നോക്കിക്കോളാം. മാണെങ്കിൽ ഒരു ധൈര്യത്തിന് മജീദ് വരും. നിങ്ങൾ പോയാ മതി. ഇമ്മാതിരി ചീപ്പ് ഇടപാടിനൊക്കെ ഞാൻ പോണോ മജീദെ? ഞാൻ പോയി നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം.